ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നാൽപ്പതാംകുളമാണ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ അർത്തുങ്കൽ പള്ളിയിലാണ് കേട്ടോ. ഞാൻ ഇപ്പം നിൽക്കുന്നത് അർത്തുങ്കൽ ബീച്ചിലാണ്, അതായത് അർത്തുങ്കൽ കടപ്പുറത്താണ്. കാരണം ഇവിടെ നിന്നാണ് അർത്തുങ്കൽ പെരുന്നാളിനുള്ള കൊടിയേറ്റ് ഇവിടുന്നാണ് കൊണ്ടുപോകുന്നത്. പ്രദക്ഷിണമായിട്ട് കൊടി ഇവിടുന്നാണ് പ്രദക്ഷിണമായിട്ട് പ്രാർത്ഥനയായിട്ട് എല്ലാവരും വന്ന് അച്ഛന്മാരുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനയായിട്ട് ജനങ്ങളെല്ലാം പള്ളിയിലേക്ക് ഇവിടുന്ന് ഏതാണ്ട് 1 കിലോമീറ്ററോ 1.5 കിലോമീറ്ററോളം പള്ളിയിലേക്ക്. അപ്പോൾ ഈ കടപ്പുറത്തു നിന്നാണ് അങ്ങോട്ട് പോകുന്നത്. അവിടെ ചെന്നതിന് ശേഷം വിശുദ്ധ കുർബാനയുണ്ട്. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമാണ് ഈ കൊടിയേറ്റ് പ്രദക്ഷിണം. എന്നെ സംബന്ധിച്ച് ഞാൻ പെരുന്നാളിന് എല്ലാ വർഷവും വരുന്നതാണ്, പക്ഷേ കൊടിയേറ്റ് ഞാൻ കണ്ടിട്ടില്ല. ഇപ്രാവശ്യം എന്തായാലും അത് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ആ കാര്യം ഇവിടെയുള്ള ആൾക്കാര് ഈ പറഞ്ഞ അർത്തുങ്കൽ പുണ്യവാളിനോടുള്ള ഭക്തി ഭയങ്കരമാണ് ഇവിടെയുള്ള ജനങ്ങൾ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കടപ്പുറമാണ്. അപ്പം കടപ്പുറം വിശ്വാസികളായിട്ടുള്ള ആൾക്കാർക്ക് ഈ അർത്തുങ്കൽ പുണ്യവാളിനെ അവർ വിളിക്കുന്നത്, സെബസ്ത്യാനോസിനെ അവർ സ്നേഹപൂർവ്വം വിളിക്കുന്നത് വെളുത്തച്ഛൻ എന്നാണ്. അപ്പോൾ വെളുത്തച്ഛൻ്റെ അടുക്കൽ എന്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചാലും ആ കാര്യം സാധിക്കുമെന്ന് ഈ നാട്ടുകാർക്ക് നല്ല ഉറപ്പുണ്ട്. ഈ നാട്ടുകാർ മാത്രമല്ല, പെരുന്നാളിന് ദൂരെ നിന്നുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. നാനാജാതി മതസ്ഥരായിട്ടുള്ള ആൾക്കാർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് നേർച്ചയൊക്കെ ഇട്ട് ഇവിടെ നിന്ന് പുണ്യാളിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങുന്നുണ്ട്. അപ്പോൾ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷിക്കാൻ വർഷം തോറും ഇവിടെ മുടങ്ങാതെ ജനലക്ഷങ്ങൾ ഇവിടെ വരാറുണ്ട്. അപ്പോൾ ഈ ബീച്ചിൽ നാളെ മുതൽ 10,000 ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ വരും. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ പള്ളിയിലേക്ക് ഇവിടുന്ന് പ്രദക്ഷിണം പോയതുകൊണ്ടാണ് കടപ്പുറത്ത് ഇപ്പോൾ ആള് കുറവായിട്ടുള്ളത്. ഇവിടെ എല്ലാം കടകൾ, നാളെ ഇവിടെ എല്ലാം ഫുള്ള് കടകൾ നിരക്കും. ഇപ്പോൾ ഇവിടെ കടകളെല്ലാം കെട്ടിക്കൊണ്ടിരിക്കുക. നാളെ മുതൽ ഇവിടെ വലിയ ആൾക്കൂട്ടം. ഇന്നിപ്പം കൊടിയേറ്റ് രാത്രിയിലാണ്. അപ്പോൾ കൊടിയേറ്റ് പെരുന്നാളിന് ശേഷം നാളെ മുതൽ ഇവിടെ വലിയ എല്ലാ ദിവസവും 20-ാം തീയതി 21-ാം തീയതിയാണ് ഇവിടെ പ്രധാന തിരുനാൾ. അപ്പോൾ ഒരുപാട് ആൾക്കാർ, കച്ചവടക്കാരാണേലും ഒക്കെ ഒരുപാട് കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ. നാളെ മുതൽ ഇവിടെ സജീവമാവും ഈ കടപ്പുറം ഉൾപ്പെടെ. അതായത് ഈ പള്ളിയിൽ നിന്ന് കടപ്പുറത്തേക്ക് ഏതാണ്ട് 1.5 കിലോമീറ്റർ ഉണ്ട്. ഇത്രയും ദൂരവും വിശാലമായി കടകളും ഓരോ സംഭവങ്ങളും ഒക്കെയാണ്. ഇവിടെ എല്ലാം ജനനിബിഡമാവും. ഈ ബീച്ചൊക്കെ ഫുള്ള് നിറഞ്ഞ കവിയും. നല്ല മനോഹരമായ സായന സന്ധ്യയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ജനങ്ങളെല്ലാം ഇപ്പോൾ സൂര്യാസ്തമയമൊക്കെ കാണാനായിട്ടൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇപ്പം പള്ളിയിലേക്ക് പോയതുകൊണ്ടാണ്, പ്രദക്ഷിണം പള്ളിയിലേക്ക് പോയതുകൊണ്ടാണ് ഇപ്പം കൊടിയേറ്റ് പെരുന്നാൾ ഇപ്പോൾ ആരംഭിക്കുകയാണ് കുർബാനയ്ക്ക് ശേഷം. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ആൾക്കാർ കമ്മിയായിരിക്കുന്നത്. നാളെ മുതൽ ഇവിടെ നല്ല നിറഞ്ഞ് ആളുകൾ ഇവിടെ വരും. അപ്പോൾ ഇവിടുത്തെ ഒരുപാട് ആൾക്കാരുടെ ജീവിത മാർഗം കൂടിയാണ് ഈ പെരുന്നാളിന്. ഇപ്പോൾ ഒരുപാട് കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് ദൂര സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാർ പെരുന്നാൾ കൂടാനായിട്ടും മറ്റുമൊക്കെ ഇവിടെ വരാറുണ്ട്.